ഓം ശാന്തി 20/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയ്ക്ക് സമാനം ഈശ്വരീയ സേവകരാകണം. സംഗമത്തിൽ ബാബ വരുന്നത് നിങ്ങൾ കുട്ടികളുടെ സേവനം ചെയ്യുന്നതിനാണ്. ദേവീ ദേവതകൾ ഒരിക്കലും കലിയുഗത്തിൽ വരില്ല. കലിയുഗത്തിൽ കാലുകുത്തുക പോലുമില്ല. കാരണം ദേവീ ദേവതകൾ പവിത്രരാണ്. ഈ കലിയുഗം മോശമായ അപവിത്ര തമോപ്രധാന ലോകമാണ്. എന്നാൽ ഈ കലിയുഗത്തിൽ വരുന്നത് സ്വയം ഭഗവാനാണ്. ഏറ്റവും ശുദ്ധനായ, ഏറ്റവും ഉന്നതനായ ഭഗവാൻ ഈ കലിയുഗത്തിൽ വരുന്നത് നമ്മൾ കുട്ടികളുടെ സേവനം ചെയ്യുന്നതിനാണ്. ജ്ഞാനയോഗത്തിലൂടെയാണ് ബാബ നമ്മുടെ സേവനം ചെയ്യുന്നത്. ബാബ പറയുന്നു, നമ്മൾ കുട്ടികളും ബാബയെപ്പോലെ ഈശ്വരീയ സേവകരാകണം. മറ്റുള്ളവരുടെ സേവനം ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും നാം ചെയ്യണം. ചോദ്യം: ഈ പുരുഷോത്തമ സംഗമയുഗം ഏറ്റവും മനോഹരവും മംഗളകാരിയുമാണ്. എങ്ങനെ? ഉത്തരം: ഈ സമയം നിങ്ങൾ കുട്ടികൾ സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഉത്തമരാകുന്നു. ഈ സംഗമയുഗം തന്നെ കലിയുഗ അന്ത്യത്തിൻ്റെയും സത്യയുഗ തുടക്കത്തിൻ്റെയും നടുക്കുള്ള സമയമാണ്. ഈ സമയത്താണ് ബാബ നിങ്ങൾ കുട്ടികൾക്കായി ഈശ്വരീയ യൂണിവേഴ്സിറ്റി തുറക്കുന്നത്. അവിടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നു. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി മുഴുവൻ കൽപ്പത്തിലും ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ സമയം എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗം ഏറ്റവും മനോഹരമായ സമയമാണ്. ഏറ്റവും മംഗളകാരിയായ സമയമാണ്. എങ്ങനെയെന്ന് ബാബ പറയുന്നു. ഈ സമയത്താണ് സ്ത്രീയും പുരുഷനും രണ്ട് കൂട്ടരും ഉത്തമരായി മാറുന്നത്. ഈ സംഗമയുഗം എന്നത് കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും സംഗമമാണ്. അതുപോലെ തന്നെ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും സംഗമവുമാണ്. ഈ സംഗമ സമയത്ത് തന്നെയാണ് ബാബ വന്ന് നമ്മൾ കുട്ടികൾക്കായി ഈശ്വരീയ വിദ്യാലയം തുറക്കുന്നത്. ഈ ഈശ്വരീയ വിദ്യാലയത്തിലെ പഠിത്തത്തിലൂടെ നമ്മൾ മനുഷ്യരിൽ നിന്നും തിരിച്ച് ദേവതയായി മാറുന്നു. നാം ദേവതകളായിരുന്നു, സത്തോ പ്രധാനമായിരുന്നു. അതാണ് നമ്മളുടെ യഥാർത്ഥ സ്ഥിതി. ആ യഥാർത്ഥ സ്ഥിതിയിൽ നിന്ന് ഇന്ന് തമോ പ്രധാനമായിരിക്കുകയാണ്. തിരിച്ച് സത്തോ പ്രധാനമാകുന്നതിന് ഈ പഠിത്തം അനിവാര്യമാണ്. ഈ യൂണിവേഴ്സിറ്റി മുഴുവൻ കൽപ്പത്തിലും മറ്റൊരു സമയത്തും ഉണ്ടാകുന്നില്ല. ഈ സമയത്ത് ബാബ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. അതിനാൽ ഈ സംഗമയുഗം മനോഹരവുമാണ്, എന്നാൽ മംഗളകാരിയും ആണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ രാവണ രാജ്യത്തിലിരിക്കെ പതീതമായ ലോകരീതികളെയും കുലമര്യാദകളെയും വിട്ട് പരിധിയില്ലാത്ത ബാബയുടെ കാര്യം മാനിക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കെ കമലപുഷ്പ സമാനമായിരിക്കണം. 2. ഈ വെറൈറ്റിയായ വിരാട്ട കളിയെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇതിൽ പാർട്ടഭിനയിക്കുന്ന ആത്മാവ് നിർലേപമല്ല. നല്ലതും മോശവുമായ കർമ്മം ചെയ്യുന്നുമുണ്ട്, അതിൻ്റെ ഫലം എടുക്കുന്നുമുണ്ട്. ഈ രഹസ്യം മനസ്സിലാക്കി ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ രാവണ രാജ്യത്തിലിരിക്കെ രാമന്റെ വാക്കുകൾ കേൾക്കണം. ലോകത്തിൻ്റെ കുലമര്യാദകളുണ്ട്, ലോക ആചാരങ്ങളുണ്ട്, ലോകരീതികളുണ്ട്. അതെല്ലാം പതീതമാണ്, രാവണന് അധിഷ്ഠിതമാണ്. അവയെല്ലാം വിട്ട് ബാബ എന്തു പറയുന്നുവോ അത് നാം കേൾക്കണം. വീട്ടിലും കുടുംബത്തിലും ഇരിക്കെ കമലപുഷ്പ സമാനം പവിത്രമാകണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു,
ഈ വിശാലമായ നാടകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇത് വെറൈറ്റിയായ നാടകമാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ്. ഈ നാടകത്തിൽ പാർട്ടഭിനയിക്കുന്ന ആത്മാക്കൾ ഒരിക്കലും നിർലേപമല്ല. നിർലേപമെന്നാൽ ആത്മാവിൽ കർമ്മത്തിന്റെ ഫലം എത്താതിരിക്കുക. ആ സ്ഥിതിയെയാണ് നിർലേപമെന്ന് പറയുന്നത്. എന്നാൽ ബാബ മനസ്സിലാക്കി തരുന്നു, നല്ല കർമ്മത്തിൻ്റെയും മോശമായ കർമ്മത്തിൻ്റെയും ഫലം ആത്മാവിൽ തന്നെയാണ് എത്തുന്നത്. അതിനാൽ ഈ രഹസ്യം വളരെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കി നാം ശ്രേഷ്ഠ കർമ്മം ചെയ്യണം. വരദാനം: ബാബയുടെ സംസ്കാരം തൻ്റെ ഒറിജിനൽ സംസ്കാരമാക്കി മാറ്റുന്ന ശുഭഭാവന ശുഭകാമനാധാരി ഭവ. ഇപ്പോൾ വരെ പല കുട്ടികളും ഫീലിങ്ങിൻ്റെ, ഒഴിവാകുന്നതിൻ്റെ, പരചിന്തനം ചെയ്യുന്നതിൻ്റെ, കേൾപ്പിക്കുന്നതിൻ്റെ ഭിന്ന ഭിന്ന സംസ്കാരമുണ്ട്. ഇവയെക്കുറിച്ച് പറയുന്നത് എന്തു ചെയ്യാം, ഇതെൻ്റെ സംസ്കാരമാണ് എന്നാണ്. ഈ എൻ്റെ ശബ്ദം തന്നെ പുരുഷാർത്ഥം ലൂസാക്കുന്നു. ഇത് രാവണൻ്റേതാണ്, എൻ്റേതല്ല. എന്നാൽ എന്താണോ ബാബയുടെ സംസ്കാരം, അതാണ് ബ്രാഹ്മണരുടെയും ഒറിജിനൽ സംസ്കാരം. ആ സംസ്കാരമാണ് വിശ്വമംഗളകാരി ശുഭചിന്തനധാരി. എല്ലാവരെ പ്രതിയും ശുഭഭാവന ശുഭകാമനാധാരി. എന്താണോ ബാബയുടെ സംസ്കാരം, അതാണ് നമ്മൾ ബ്രാഹ്മണാത്മാക്കളുടെ സംസ്കാരം. അതിൽ നിന്ന് ഭിന്നമായി എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം രാവണൻ്റേതാണ്, നമ്മുടേതല്ല. ഉദാഹരണത്തിന് ഫീലിംഗിൽ വരിക, ഒഴിഞ്ഞു മാറുക, പരചിന്തനം ചെയ്യുക, കേൾപ്പിക്കുക തുടങ്ങിയവ. ഇവയൊന്നും എൻ്റേത് എന്നൊരിക്കലും പറയരുത്. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം രാവണൻ്റേതാണ്. നമ്മുടെ സംസ്കാരം എന്നത് വിശ്വമംഗളകാരിയുടേതാണ്, ശുഭചിന്തനധാരിയുടേതാണ്. സ്ലോഗൻ: ആരിലാണോ സമൃദ്ധിയുള്ളത് അവരാണ് സർവശക്തികളുടെ സമ്പത്തിന് അധികാരി. സമൃദ്ധി എന്നാൽ അർത്ഥവത്തായത്. ആരിലാണോ ഈ ജ്ഞാനത്തിൻ്റെ അർത്ഥമുള്ളത് അവർ സർവശക്തികളുടെയും അധികാരിയാണ്. ഓം ശാന്തി.